വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിആർ സ്പീച്ച് ആൻഡ് ആക്ട്സ്. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്, പൂജകൾ കഴിക്കാറുണ്ട്, വഴിപാട് ചെയ്യാറുണ്ട്, കാണിക്കയിടാറുണ്ട്. അതുപോലെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ഒക്കെ നോക്കാറുണ്ട്. പക്ഷെ കുറേയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആചരിക്കുന്നവയാണ്, കുറേയൊക്കെ നമ്മൾ അറിയാതെ ആചരിക്കുന്നവയാണ്. അതായത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ചു പോരുന്നു എന്ന് മാത്രം. അതെന്തുകൊണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിന് വ്യക്തതയില്ല, നമുക്കറിയില്ല. അത് നമ്മുടെ കാരണന്മാരോട് ചോദിച്ചാൽ അവരും പറയും അവർക്കും അറിയില്ല. അതായത് പൂർവികമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ടാകും, ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ഏതൊരു ആചാരത്തിൻ്റെ പിന്നിലും ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വിചാരം ഉണ്ടായിരിക്കും. വിചാരമില്ലാത്ത ആചാരം അനാചാരമായിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് യഥാർത്ഥ ഭക്തി? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? ഭഗവത്ഗീതയിൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, ഭഗവാന് ആരെയാണ് ഏറ്റവും ഇഷ്ടം? അപ്പോൾ ആരാണ് ഏറ്റവും നല്ല ഭക്തനെന്നും ഭഗവാന് ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്നും ഈ രണ്ട് ചോദ്യവും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് കൃഷ്ണൻ പറയുന്നത്, അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിരോ മദ്ഭക്ത സമയപ്രിയ. ഇതിലാദ്യം പറയുന്ന വാക്ക് അദ്വേഷ്ട സർവഭൂതാനാം എന്നാണ്. അതായത് ആരെയും വെറുക്കാത്തവൻ, ആരെയും ദ്വേഷിക്കാത്തവൻ. അപ്പോൾ ആരെയും വെറുക്കാത്തവനും എല്ലാവരോടും മൈത്രിയുള്ളവനും സ്നേഹമുള്ളവനും സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയുള്ളവൻ. അതായത് സുഖം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാതിരിക്കും, ദുഃഖം വരുമ്പോൾ അമിതമായി ദുഃഖിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. അതുപോലെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവൻ ആരാണോ, അതുപോലെ തന്നെ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവൻ. അപ്പോൾ ആരെയും ദേഷിക്കാത്തവൻ, എല്ലാവരോടും മൈത്രിയുള്ളവൻ, അതുപോലെ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവൻ, സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയുള്ളവൻ, മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവൻ, അവൻ ആരാണോ അവനാണ് എനിക്ക് ഭക്തൻ. കൃഷ്ണൻ എനിക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ദേവകി വസുദേവരുടെ പുത്രൻ എന്ന രീതിയിലല്ല, സ്വന്തം ആത്മാവായിരിക്കുന്ന ഭഗവാൻ എന്ന രീതിയിലാണ്. അതായത് നമ്മൾ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ മാംസക്കണ്ണുകൊണ്ട് ഈശ്വരനെ ദർശിക്കുമ്പോഴും അകക്കണ്ണുകൊണ്ട് അല്ലെങ്കിൽ മനക്കണ്ണുകൊണ്ട് തൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ എന്ന് ഉറപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ അതിൽ ഉള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നല്ലൊരു മെസ്സേജ് കിട്ടുന്നുവെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.